RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണിനെതിരെ വഞ്ചനാ കുറ്റത്തിന് പോലീസ് കേസ്. ഫ്ളാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് കേസെടുത്തത്. ഷിബു ബേബി ജോണിന്റെ വസ്തുവിൽ ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകാൻ ഒരു ബിൽഡറുമായി കരാറുണ്ടാക്കിയിരുന്നു. എന്നാൽ ഫ്ളാറ്റ് നൽകിയില്ലെന്നും 15 ലക്ഷം രൂപ കൈമാറുമ്പോൾ ഷിബു ബേബി ജോണും കൂടെയുണ്ടായി എന്നുമാണ് പരാതിക്കാരന്റെ ആരോപണം. ഫ്ളാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ എടുത്ത കേസ് തെരഞ്ഞെടുപ്പ് അടുത്തതിനാലുള്ള ബ്ലാക്ക് മെയിലിംഗ് കേസെന്ന ഷിബു ബേബി ജോൺ. പരാതിക്കാരൻ അലക്സിനെ അറിയില്ല. അലക്സിനെതിരെ മാനനഷ്ട കേസ് നൽകുമെന്നും ഷിബു ബേബി ജോൺ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഇന്നേ വരെ അലക്സ് എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. ₹1 അദ്ദേഹത്തിന്റെ കൈപ്പറ്റിയിട്ടില്ല. അദ്ദേഹം മറ്റാർക്കെങ്കിലും കൊടുത്ത വകയിൽ പോലും അവരിൽ നിന്ന് പോലും ₹1 എന്നവരെ കൈപ്പറ്റിയിട്ടില്ല. അല്ല, തീർച്ചയായിട്ടും ഞങ്ങൾ ഒരു പ്രോപ്പർട്ടി ജോയിന്റ് ഡെവലപ്മെന്റിന് നൽകുകയും അതിന്റെ ബിൽഡറായി വന്ന എന്റെ ഡെവലപ്പേഴ്സ് അവർക്ക് ആ പ്രോജക്ട് പൂർത്തീകരിക്കാൻ പറ്റാതെ പോയി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളും വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. 4 വർഷം കൊണ്ട് തീർക്കാമെന്ന് പറഞ്ഞ് വെച്ച എഗ്രിമെന്റ് 7 വർഷമായിട്ടും പൂർത്തീകരിച്ചിട്ടില്ല. അങ്ങനെ അവരെ ടെർമിനേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഞങ്ങൾ ആകെ ഇവരുമായിട്ടുള്ള ലാൻഡ് ഓണർ എന്നുള്ള നിലയിലുള്ള എഗ്രിമെന്റിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ റെയറായിലാണ് കംപ്ലൈന്റ് കൊടുക്കേണ്ടത്. അതാണ് ഈ അലക്സ് എന്ന് പറയുന്ന ആൾ ഒപ്പിട്ട് തന്നിരിക്കുന്ന എഗ്രിമെന്റ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ വരുന്നത് തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നതുകൊണ്ട് മാത്രമുള്ള ഒരു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്റെ 94 വയസ്സുള്ള അമ്മ ഒരു അധ്യാപികയായിരുന്നു. ജീവിതത്തിൽ ഇന്നേ ഒരാളെ കബളിപ്പിച്ചായിട്ട് പരാതി ഉണ്ടായിട്ടില്ല. ആ അമ്മയടക്കം പ്രതിയേർത്ത് FIR ഇടുമ്പോൾ പോലീസ് എങ്ങനെ കേസെടുത്തു എന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. അതുള്ളപ്പോൾ ഞങ്ങൾക്കുണ്ടായ ഇഷ്ടത്തിന് ഞങ്ങൾ കേസ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, വഞ്ചനാകുറ്റത്തിനാണ് നിലവിലിപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ കേസ് എന്താണ്? ഈ കേസിനെ കുറിച്ചുള്ള ഷിബു ബേബി ജോണിന്റെ പ്രതികരണം എന്താണ്? ഷിബു ബേബി ജോണിന് തിരുവനന്തപുരത്ത് കുറച്ച് സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഫ്ളാറ്റ് നിർമ്മിച്ച് നൽകി അതിന്റെ ലാഭമൊക്കെ നൽകാം എന്നുള്ള പറഞ്ഞ് ഷിബു ബേബി ജോണിനെ ആൻഡ ബിൽഡേഴ്സ് ആണ് സമീപിക്കുന്നത്. അങ്ങനെ ആൻഡ ബിൽഡേഴ്സിന് ഇതിനുള്ള കരാർ ഒപ്പിടുകയും ചെയ്തു. ഇവർ ഈ പണം വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ആൻഡ ബിൽഡേഴ്സ് പണം വാങ്ങി 4 വർഷത്തിനുള്ളിൽ ഫ്ളാറ്റ് നിർമ്മിച്ച് നൽകാമെന്ന് പറയുന്നു. പക്ഷേ 4 വർഷമായിട്ടും ഫ്ളാറ്റ് നിർമ്മാണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഇത് പരാതിയുമായിട്ട് വന്നിരിക്കുന്ന ആളുണ്ട്, അലക്സ്. 2 തവണകളായിട്ടാണ് ക്യാഷ് നൽകിയിരിക്കുന്നത്. 2020 ഒക്ടോബർ 9 തീയതി 2 ലക്ഷവും അതോടൊപ്പം തന്നെ അതേ വർഷം നവംബർ 21 തീയതി 13 ലക്ഷം. അങ്ങനെ 15 ലക്ഷം രൂപയാണ് ഈ ഫ്ളാറ്റിന് വേണ്ടി നൽകിയിരിക്കുന്നത്. ഈ പൈസ വാങ്ങിയിരിക്കുന്ന 1-ാം പ്രതിയുണ്ട്. ആ 1-ാം പ്രതി ഈ കമ്പനിയുടെ ആൻഡയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. ആ മാനേജിംഗ് ഡയറക്ടർ മിഥുൻ ഈ പൈസ വാങ്ങുന്ന സമയത്ത് ഷിബു ബേബി ജോണും ഒപ്പമുണ്ടായിരുന്നുവെന്നാണ് പരാതിക്കാരൻ പറയുന്നത്. ഇയാളുടെ കൂടി വിശ്വാസത്തിലാണ്, ഷിബു ബേബി ജോണിന്റെ കൂടി ഒരു വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ പണം നൽകിയെന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. നേരത്തെ കുറേ നാളുകൾക്ക് മുന്നേ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നു. അപ്പോൾ ഇതൊരു സിവിൽ കേസായി മാത്രമേ പരിഗണിക്കാനാവൂ. ശരി